Good morning day traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും നമ്മൾ മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്ത കീ ലെവൽസും എല്ലാം മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ടായി അതിൻ്റെ ഒരു റിവ്യൂ എടുത്തിട്ട് ഇന്നത്തെ ട്രേഡ് പ്ലാനിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോ USD പറഞ്ഞ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെന്റം തന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ ബെയറിഷ് ആവാൻ മാത്രം ഒരു റീസൺസ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാണുന്ന ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ലൈന്. അതായത് ഇവിടെ ഈ കേസ് പറയുമ്പോൾ അതൊരു ബൈ സെൽ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിലാണ് ഒരു ഷോർട്ട് സെല്ലിങ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. സോ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ലണ്ടൻ സെഷന് മുമ്പായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ലണ്ടൻ സെഷന് ശേഷം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ നല്ലൊരു ബൈ എൻട്രീസ് നമുക്ക് കിട്ടിയായിരുന്നു. അതായത് ഈ ഒരു ഏഷ്യൻ ലോ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ബൈ എൻട്രി നമുക്ക് വന്നത്. പിന്നെ ടാർഗറ്റായിട്ട് പറഞ്ഞ ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് പോയത്. തന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം എന്താണ് ഈ കോൺഫിഡൻസ് ആയിട്ടാണ് ആ ഒരു സെൽ ലിക്വിഡിറ്റി കൂടെ ആക്ട് ചെയ്തത്. സോ ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ നിന്ന് ഫോൾ ആയി. പിന്നെ ഇപ്പോൾ കറണ്ട്ലി മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്ലോട്ട് ചെയ്ത ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് വീണ്ടും വന്ന് റീട്രേസ് ചെയ്ത് നിൽക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ പേഴ്സണലി യൂറോ USD ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടിൽ ദിസ് മൊമെന്റ് ഇത് ക്ലിയർ അല്ല, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ക്ലിയർ അല്ല. സോ ഞാനിപ്പോൾ കറണ്ട്ലിയുള്ള ഒരു ബയാസ് ബുള്ളിഷ് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു കീ ഏരിയ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു എൻ്റെ ഏരിയനെ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം. സോ ഈ വരുന്ന മണിക്കൂറുകളിൽ നല്ല രീതിയിൽ ബൈ എൻട്രീസും ബയേഴ്സൊക്കെ കിക്കിനാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ യൂറോ USD വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് യൂറോ USD ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. സോ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്പായാലും ഈ കാണുന്ന ഈ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഈ കേസിൽ പറയുമ്പോൾ അതൊരു ബെയറിഷ് FEG ആണ്. ഇതൊക്കെ ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഏരിയാസ് ആയിരിക്കും. അതുമാത്രമല്ല ഈ ഒരു എൻറ്റയർ ഏരിയ ഇതൊരു ഏഷ്യൻ റേഞ്ചിൻ്റെ പൊക്കത്തുള്ളതാണ്. അതായത് അവിടെ നല്ല ബൈ സൈഡ് ലിക്വിഡിറ്റീസ് അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂറോ USD ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ടു ബി ഓണസ്റ്റ് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ അത്ര കൺവിൻസിങ് അല്ല. ഇപ്പോൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ പോലും ബൈ എടുക്കാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും നമുക്ക് യൂറോ USD ഇന്നത്തെ ദിവസം തന്നിട്ടില്ല. ടിൽ ദിസ് മൊമെന്റ് തന്നിട്ടില്ല. ഇനി വരുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും സോൺ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ സെഷൻ കഴിയുന്നതോറും എന്തെങ്കിലും സോൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ യൂറോ USD ഇന്നത്തേക്കുള്ള വ്യൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂറോ USD ഇന്നത്തെ ദിവസം ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. നമുക്കറിയാമല്ലോ, ഇൻട്രാഡേ ട്രേഡിംഗ് ഇസ് നോട്ട് എവറി ഡേ ട്രേഡിംഗ്. എല്ലാ ദിവസവും ഒരേപോലെ നല്ല സെറ്റപ്പുകൾ കിട്ടണമെന്നുണ്ടാവില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂറോ USD വരുന്ന മണിക്കൂറുകളിൽ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് നമുക്ക് ഡോളർ നോക്കാം. ഡോളറിൽ നമ്മൾ ഒബ്വിയസ്ലി ഇന്നലെ ഷോർട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് സെല്ലിങ് ഇന്നലെ ഈ ഒരു ഏഷ്യൻ റേഞ്ചിൽ മാത്രമേ എക്സ്പെക്ട് ചെയ്ത പോലെ എന്താ പറയുക ഷോർട്ട് സെല്ലിങ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബട്ട് എന്താ പറയുക ഏഷ്യൻ റേഞ്ച് അല്ല, ലണ്ടൻ സെഷൻ്റെ ടൈമിൽ അത് ലണ്ടൻ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും നമ്മൾ ഇന്നലെ നോക്കിയ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡോളർ ഷോർട്ട് ആവുകയും ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. യൂറോയിൽ നമ്മൾ പറഞ്ഞ പ്രൈസ് ആക്ഷൻ അതേപോലെ വന്നില്ലെങ്കിലും ഡോളറിൽ നമ്മൾ പറഞ്ഞ പ്രൈസ് ആക്ഷൻ അതേപോലെ വരികയും അതിൻ്റെ റിസൾട്ടായിട്ടാണ് യൂറോ USD ഇന്നലെ ആ ഒരു ഏഷ്യൻ ലോക്ക് സ്വീപ്പ് ചെയ്തുകൊണ്ട് ബൈ സെൽ ലിക്വിഡിറ്റി ആ ഒരു ബൈ സൈഡ് മൊമെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ പേഴ്സണലി എന്താണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ ഒരു മൊമെന്റം കറക്റ്റായി, പക്ഷേ നമുക്ക് ഈ ന്യൂയോർക്കിലുള്ള ഈ ഒരു ബുൾ മൊമെന്റം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഈ ഒരു സ്വീപ്പായിരുന്നു. ആ സ്വീപ്പ് എന്തായാലും നടക്കും, വരുന്ന ദിവസങ്ങളിൽ തന്നെ നടക്കും. പക്ഷേ ഇന്നലെ നടന്നില്ല എന്നേ ഉള്ളൂ. സോ വാട്ട്സ് നെക്സ്റ്റ്? ഇപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത് ഇതൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ഇവിടെ സെല്ലേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡോളർ വീണ്ടും ഡൗൺ ആവുന്നതായിരിക്കും. സോ അതിന് പ്രൊപ്പോർഷണലായിട്ട് എന്താണ് യൂറോ USD GBP USD പോലെയുള്ള USDയുടെ ഇൻവേഴ്സ് കോറിലേറ്റഡ് പേഴ്സ് എല്ലാം അപ്പാവുന്നത് തന്നെ ആയിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഡോളർ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് ഫൈനലി ഗോൾഡിൽ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കറണ്ട്ലി അത് വാലിഡേറ്റ് അല്ല. ഇന്നലെ വരെ അത് വാലിഡേറ്റ് ആയിരുന്നു. വാലിഡേറ്റ് ആവുമെന്ന് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോൾഡിൽ പറഞ്ഞ ആ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടേൺ ഔട്ട് ആയില്ല വിചാരിച്ച പോലെ.
സോ എന്താണ് ഇന്നലെ ഗോൾഡിൽ നടന്നത് നമുക്ക് നോക്കാം. ഇന്നലെ ഗോൾഡ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ബെയറിഷ്നെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏഷ്യയുടെ ഹൈ ഗോൾഡിലോ അല്ലെങ്കിൽ സിൽവറിലോ സ്വീപ്പായാൽ മാത്രമേ ഞാൻ പേഴ്സണലി ഒരു ഷോർട്ട് സെൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഏഷ്യയുടെ ഹൈ ഒന്നും എടുക്കാൻ നിന്നില്ല മാർക്കറ്റ്. നമുക്ക് സിൽവറിൽ നോക്കാം, സിൽവറിൽ എടുത്തിട്ടുണ്ടോന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ ഇന്നലെ പ്ലോട്ട് ചെയ്ത ഒരു ലെവൽസ് ആണത്. ബട്ട് അത് ഇന്നലെ സ്വീപ്പ് ആയിട്ടില്ല. അത് സ്വീപ്പ് ആയിരുന്നെങ്കിൽ മാത്രമേ ഷോർട്ട് സെൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുള്ളൂ. സോ നമ്മുടെ ഇന്നലത്തെ ഗോൾഡിലെ ആൻറ്റിസിപ്പേഷൻ തന്നെ കറക്റ്റ് ആയിരുന്നില്ല. നമുക്ക് നോക്കാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പ്രൈസ് ആക്ഷൻ അതേപോലെ തന്നെ ടേൺ ഔട്ട് ചെയ്യണമെന്നില്ലല്ലോ. സോ നമുക്ക് നോക്കാം. ഇന്നലെ നമ്മുടെ പ്രൈസ് ആക്ഷൻ ഇന്നലെ റോങ് ആയിരുന്നു ഗോൾഡിൽ. ആക്ച്വലി നടന്നത് ഈ കാണുന്ന ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഷോർട്ട് സെല്ലിംഗ് ഇന്നലെ ഗോൾഡിൽ വന്നത്. അത് നമുക്ക് ഇന്നലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിൽ ദിസ് മൊമെന്റ് ഒരു മെയിൻ കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ ഗോൾഡ് തന്നിട്ടില്ല. ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഈ ഒരു ലെവൽ വരെ ഞാൻ ബുള്ളിഷ്നെസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നല്ല ബൈസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അതിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ആ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ എത്തിയതിന് ശേഷം ഇതൊരു കീ ഏരിയ ആയിട്ട് ഡെഫിനറ്റ്ലി വരുന്ന മണിക്കൂറുകൾ മാർക്കറ്റിൽ ഇത് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കീ ഏരിയ നോക്കി വെച്ചോളൂ. ഈ ഒരു കീ ഏരിയയിൽ സെല്ലേഴ്സ് വീണ്ടും സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോൾഡ് വീണ്ടും ഡൗൺ ആവും. പക്ഷേ ഇവിടെ ബയേഴ്സാണ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നമുക്ക് നല്ല നല്ല ബൈ എൻട്രീസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്ന മണിക്കൂറുകളിൽ മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഇത് കാണുന്നത് ഇതൊരു ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്കാണ്. സോ ഈ ഒരു ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ഷോർട്ട് സെല്ലിങ് വരുന്ന മണിക്കൂറുകൾ വീണ്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് October 1 ആണ്, മന്തിൻ്റെ തുടക്കമാണ്. ഇന്നത്തെ ദിവസം CPI ഉണ്ട്, അത് യൂറോയിലാണുള്ളത്. സോ ഇന്നത്തെ ലണ്ടൻ സെഷൻ മിക്കവാറും ഒരു റേഞ്ച് ആവാനുള്ള ഒരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. കാരണം CPIയുടെ ഹെഡായിട്ട് മാർക്കറ്റ് റേഞ്ച് ആവാനുള്ള ഒരു പതിവുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ഇന്ന് പേഴ്സണലി ട്രേഡുകൾ നോക്കണമെങ്കിൽ ന്യൂയോർക്കിലായിരിക്കും നോക്കുക. കാരണം ന്യൂസൊക്കെ ടേൺ ഔട്ട് ചെയ്തിട്ടായിരിക്കും എനിക്ക് പേഴ്സണലി ട്രേഡുകൾ നോക്കാൻ ഇഷ്ടം. പിന്നെ 10 മണിക്ക് PMI ഉണ്ട്, BMIയും ജോബ് ഓപ്പണിങ്സും ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ അത്യാവശ്യം മൊമെൻ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ന്യൂസുകളാണ്. സോ അപ്പോൾ ഇതെല്ലാം ന്യൂസുകൾ ഹെഡായിട്ട് കണ്ടുകൊണ്ട് തന്നെ ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്യുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ തിയറീസും നമ്മൾ ഈ മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്യുന്ന ഓരോ കീ ലെവൽസും എല്ലാം ICT കൺസെപ്റ്റുകളുടെ ബേസ്ഡ് ആയിട്ടാണ്. സോ നിങ്ങൾക്ക് ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ പഠിക്കണം, അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കാൺസി വിപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്ലേലിസ്റ്റ് സെക്ഷൻ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് സീരീസാണ്. എക്സ്ക്ലൂസീവ്ലി ICT കൺസെപ്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഏകദേശം 21ഓളം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ICT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന ദിവസങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ടോപ്പിക് റിലേറ്റഡ് ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കാൺസി വിപ്സ് ചാറ്റ് എന്നുള്ള പേരിലുള്ള. ഇവിടെ വന്നിട്ടായാലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ പബ്ലിക്കുകൾ വന്നിട്ട് അവരുടെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിക്കുന്നതായിട്ട്. സോ അങ്ങനെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല ഈ കാൺസി വിപ്സ് അക്കാഡമിയുടെ ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെൻറ്റേഴ്സ് എടുക്കുന്ന ട്രേഡുകളും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കാൺസി വിപ്സ് നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കാൺസി വിപ്സ്.